വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കളക്ടർ ലീവ് വന്നിട്ടുണ്ട്, വെറും മയറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഞാൻ പമ്മി നമ്മുടെ കിച്ചണോട്ട് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ, കുക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വട്ടത്തിൽ പൊരിച്ചിട്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണേ. ഇംഗ്ലീഷിൽ പ്രോൺസ് ബാംഗിൾസ് എന്ന് പറയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ പരിപാടിക്ക് കടന്നാലോ. ഗായ്സ്, നമ്മൾ ചെമ്മീൻ കണ്ടില്ലേ, നല്ല മൊഞ്ചൻ ചെമ്മീനാണ്. പക്ഷെ നല്ല മൊഞ്ചുള്ള മണം കേട്ടോ, സഹിക്കാൻ കഴിയൂല. കണ്ടില്ല, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സിച്ചുളോ. ഗായ്സ്, സാധനത്തിന് പ്രൈസ് കുറവാണെങ്കിലും നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഇന്നൊരു കാര്യം പറയാൻ പറഞ്ഞേ, എല്ലാവരും ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, അതെല്ലാം പറയാൻ വന്നേ. ഇന്നെല്ലാവരും കുറേ ആൾക്കാരെ കോപ്പ അമേരിക്ക കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അർജന്റീന ഫാൻസ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് കമൻറ്റിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ഞാനൊക്കെ അർജന്റീന ഫാൻ ആയിരുന്നു. കളി ജയിച്ചത് നല്ല സന്തോഷമുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കുറച്ച് തെങ്ങോലിൻ്റെ ആവശ്യമുണ്ട്. പച്ചക്കറിലേക്ക് വരും. അപ്പോൾ നമുക്ക് കുറച്ച് തെങ്ങോലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചെമ്മീൻ ഇതുപോലെ നമ്മൾ പച്ചക്കറിക്കൽ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കുളക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഗ്രില്ലിൽ ചുട്ടെടുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി ചെമ്മീൻ കുളത്തല്ലേ, ഇതൊക്കെ വൃത്തിയാക്കാണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് നമുക്ക് കത്തിക്കല്ല പുക ഇതാക്കണം. അപ്പോൾ നമ്മൾ ഇനി നമ്മളെ കനലുണ്ടാക്കാൻ പോയിട്ട് നമുക്ക് നമ്മളിത് ചെയ്യണേ ചിരട്ട. നമ്മളിത് ഏതിലാടണ്ടമ്മ, അതൊക്കെ അടുപ്പിലിട്ട് കത്തിക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് വലിയ ജീരകം വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ മല്ലിയില വേണം, അല്ലെങ്കിൽ മല്ലിച്ചപ്പ് എന്നും പറയും. പിന്നെ ഇതെന്തായിരുന്നു, മറ്റേ കറിവേപ്പില എന്നും പറയും. കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, അരച്ചിട്ട് വരാട്ടോ. വലിയ ജീരകം, ഇതൊക്കെ കൂടെ എല്ലാതും കൂടി അരച്ച് നമുക്ക് നല്ല അടിപൊളിയാക്കി കുട്ടപ്പനാക്കി എടുത്തു കൊണ്ടുവരാം. അപ്പൊ നമ്മളെ അടുപ്പ് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ചേർത്തിടാണ്ട് കിട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ ചെമ്മീൻ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ചെമ്മീൻ മസാല എല്ലാം അരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇറുക്കിലേക്ക് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിന് കേട്ടോ. ഇങ്ങനെ ചീതിയെല്ലാം അടിപൊളിയാക്കി വെച്ചിന്, അടിപൊളിയാണ്. അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, അടിപൊളിയാക്കി വെക്കണം. ഇനി ഇതുമ്മലാണ് നമുക്ക് നമ്മളെ ചെമ്മീനെ കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളെ അപ്പോൾ നമ്മളെല്ലാ ചെമ്മീനും ഇതാ അങ്ങനെ കോർത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെമ്മീൻ നമുക്ക് കറിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വളയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. നല്ല മൊഞ്ചനാണെങ്കിൽ നല്ല മൊഞ്ചുള്ള മണാണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ ഇറുക്കിൽമിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെമ്മീനൊക്കെ അങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഇട്ടിട്ടുണ്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞിട്ട് നമ്മൾക്ക് ഗ്രില്ല് റെഡി ആക്കിയിട്ട് അതിന് കൂടി ഓയിലൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കണലൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കണലൊക്കെ നമ്മൾ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പൊരിക്കണം വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ കണലുണ്ടില്ലേ, ഇത് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളാണെങ്കിൽ എണ്ണയൊക്കെ നമ്മൾ നല്ലോണം തടവും കേട്ടോ. ഇത് ബ്രഷാണ് എടുത്തേക്കണേ, നമുക്ക് നല്ലോണം തടവി കൊടുക്കണം. കുറേ തടവണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇത് ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടി എണ്ണ വരുത്തി കൊടുക്കാം, സ്പ്രെഡ് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി എണ്ണ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് വെക്കും. ഓ എന്താ മണല്ലേ, മണല്ലേ. നല്ല സ്മെല്ല് വരുന്നു. ഇത് ഒരു ഭാഗത്ത് എത്ര മിനിറ്റ് വെക്കണം ഈ ചെമ്മീന്? നമ്മുടെ ചെമ്മീന് ഗ്രില്ലായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് എത്ര മിനിറ്റ് വെക്കണം? കൂടുതൽ വേവില്ല ചെമ്മീൻ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ പോരെ? മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വെളിച്ചെണ്ണ അവിടെയും കൂടി ഒന്ന് പരത്തി കൊടുക്കണം. പക്ഷേ നിങ്ങൾ വരച്ചോണെങ്കിൽ നല്ല കനമുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വെളിച്ചെണ്ണ ഞാൻ മടിക്കാം. തടവി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കും.
പോയി പോയി അങ്ങനെ അയച്ചു നമ്മൾ ഈ ഗ്രില്ലുമ്മ കൂടി തേച്ച് കൊടുക്കുമ്പോൾ ആ എണ്ണ നമ്മൾ നേരെ ചെമ്മീനുമൊക്കെ ഇറങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നാൻ ഇങ്ങനെ ആക്കാം ഇനി ഒന്നും കൂടി കൊണ്ടുവരാം. മതി മതി മതി. അൽഹംദുലില്ലാ. ഇവിടെ ഇപ്പോൾ പറ്റിയ പാട്ടെന്താ പറയുക പാടാന് കാത്തിരുന്ന് പുഴമെളിഞ്ഞ് കഥ ഉയർന്ന് ആ പാട്ടാട്ടോ ഇവിടെ വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ വന്നാണ്ട് ഇതിനെ മണ്ണടച്ചിട്ടാണ് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ മണ്ണോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം മറിച്ചിടല്ലേ ഇത്രയും കൊതി മൂത്തോ സിലിന്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു വളയങ്ങളൊക്കെ ആക്കിങ്ങാണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ എത്ര പേരുണ്ടോ ഓരോരുത്തർക്കും ഓരോ വളയം ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. കഴിക്കുമ്പോൾ ആ ഈർക്കിലേക്ക് എടുത്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രിൽ ചെമ്മീൻ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.